പിണറായി വിജയൻജി മുഖ്യമന്ത്രിയാവുന്ന ദിവസം 2016 കേരള സംസ്ഥാനത്തിൻ്റെ കടം 1.4 ലക്ഷം കോടിയായിരുന്നു. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് നാടിൻ്റെ കടം 5 ലക്ഷം കോടിയായി. കടം 3 ഇരട്ടി, GSTP 2 ഇരട്ടി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്ന 3.5 ലക്ഷം കോടിയും കടം 4 ലക്ഷം. കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയൻജീൻ്റെ സർക്കാരിന് കിട്ടിയ കാശ് 7 ലക്ഷം കോടിയാണ്. 10 കൊല്ലം 7 ലക്ഷം കോടി. എന്നിട്ട് അതിൻ്റെ ഫലം എന്താണ്? 7 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. 30% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെൻറ്റ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. അപ്പോൾ 7 ലക്ഷം കോടി ചെലവാക്കി. അതും 7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെസീറ്റ് അതിൽ ഞാൻ ചേർത്തിട്ടില്ല. ഗവൺമെൻറ് റെസീറ്റ് ചേർത്താൽ അത് 10 ലക്ഷം കോടി. 10 കൊല്ലത്തിൽ 10 ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ. എന്നിട്ട് ഇന്ന് പറയുന്നു 12,000 കോടി കിട്ടിയിട്ടില്ല, ഈ 4 കാശ് കിട്ടിയിട്ടില്ല. അതിനും ഒരു ഉത്തരവുണ്ട്. 16,000 കോടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ചവിട്ടി വെച്ചിരിക്കുക. കേരള ലോസ്റ്റ് ഓവർ 16,000 crores ഡ്യൂ ടു നോൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സെൻട്രൽ സ്കീം. ഇതൊരു ഫാക്റ്റാണ്, CAG പറഞ്ഞ കാര്യമാണ്. അപ്പോൾ 10 ലക്ഷം കോടി ചെലവാക്കി ജനങ്ങൾക്ക് കൊടുത്തത് എന്താണ്? ഇന്നും 54 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 6,000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ ഇന്നും സർക്കാരിനടുത്ത് കാശില്ല. 5.5 ലക്ഷം ജനങ്ങൾക്ക് വീടില്ല. 45,000 പേര് ഇന്നും കോളനിയിൽ ജീവിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഈ നുണയിൻ്റെ കൊട്ടാരം സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കാര്യം മാത്രം. തെളിവുകൊണ്ട്, വസ്തുതയോണ്ട് ഞങ്ങൾ നിങ്ങളുടെ നുണ കൊട്ടാരം പൊളിക്കും. 10 കൊല്ലം മുമ്പേ നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളെ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിച്ച് ഒരു അവസരം തന്നു, 2 അവസരം തന്നു. ഇനി ദയവ് ചെയ്ത് കേരള ജനങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ ചാലഞ്ച് ചെയ്യരുത്, ചോദിക്കരുത്. അവരെ വിഡ്ഢിയാക്കുന്ന നിങ്ങളുടെ ശ്രമം നിർത്തണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് 6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ 10 കൊല്ലം കേരള വീണ പതിറ്റാണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.